നമസ്കാരം. ഹിന്ദു വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഏതറ്റം വരെ പോയി അപമാനിച്ച് ഇസ്ലാമിക വോട്ട് ബാങ്ക് ഉറപ്പാക്കുന്ന രാഷ്ട്രീയമായിരുന്നു കഴിഞ്ഞ 9 വർഷവും CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയും പിണറായി വിജയൻ എന്ന നേതാവും നടത്തിയത്. അങ്ങനെയാണ് ശബരിമല യുവതീ പ്രവേശന വിഷയമടക്കമുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ അരങ്ങേറുന്നതും ഇവിടുത്തെ ഹിന്ദു വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുന്നതും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കേന്ദ്രത്തിലെ BJPയുമായും RSSുമായും ഒരു അന്തർധാര സജീവമാക്കി തൻ്റെ കസേര ഉറപ്പിക്കാനും പിണറായി മറന്നില്ല. എന്നാൽ പിണറായിയുടെ ഈ ഇരട്ടത്താപ്പ് മുസ്ലിം സമൂഹം തിരിച്ചറിയുകയും അവർ ഒന്നടങ്കം പിണറായിക്കും CPMനും എതിരാവുകയും ചെയ്തപ്പോൾ കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരുന്നത് കിട്ടിയുമില്ല എന്ന അവസ്ഥയിലേക്ക് CPIM മാറി. അങ്ങനെയാണ് കഴിഞ്ഞ 1 വർഷമായി CPIM ഹിന്ദു പ്രീണന രാഷ്ട്രീയത്തിലേക്ക് മാറിയത്. അതിനെ പിന്തുണച്ചുകൊണ്ട് BJP പോലും രംഗത്ത് വന്നു. പിണറായിയുടെ 3ാം ഭരണം കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞ അനേകം പേരുണ്ട്. RSSനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സന്യാസി വര്യൻ ചിദാനന്ദപുരി സ്വാമികൾ ഇന്ന് ന്യൂസ് 8 കൊടുത്ത ഒരു അഭിമുഖ പരമ്പരയിൽ ഒരു കാരണവശാലും UDF ഭരണം വരരുതേ, പിണറായി തന്നെ ഭരിക്കണമെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. സാധാരണ ഹിന്ദു വിശ്വാസികളുടെ മനസ്സിൽ പിണറായിയുടെ നേതൃത്വത്തിൽ അയ്യപ്പനെയും ഹൈന്ദവ ആചാരങ്ങളെയും വ്രണപ്പെടുത്താൻ നടത്തിയ ക്രൂരത മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ സന്നിധാനത്ത് നടത്തിയ മോഷണ പരമ്പര അവരെ വേദനിപ്പിച്ചിരിക്കുന്നു. ഇക്കാരണങ്ങളാലൊക്കെ UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആ കണക്കുകൂട്ടൽ കൊണ്ടാവാം UDFലെ നേതാക്കൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം മുറുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിലായിരിക്കും വടംവലി എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന സമയത്താണ് KC വേണുഗോപാലിൻ്റെ രംഗപ്രവേശം. വേണുഗോപാലിന് വേണ്ടി MLAമാരും പാർട്ടി ഭാരവാഹികളും രംഗത്തിറങ്ങിയതോടെ മത്സരം ചൂടുപിടിച്ചു. മറുഭാഗത്ത് VD സതീശിന് വേണ്ടിയും സൈബർ പോരാട്ടം ശക്തമായി. സൈബർ പോരാട്ടം ഗുണം ചെയ്യില്ല എന്ന് തിരിച്ചറിഞ്ഞ് KC വേണുഗോപാൽ തനിക്ക് വേണ്ടി രംഗത്തിറക്കിയവരെ ശാന്തരാക്കി വീട്ടിലിരുത്തിയപ്പോൾ VD സതീശൻ പോര് മുറുക്കി. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി വിമല ബിനു എന്നു പേരുള്ള ഒരു സംഘപരിവാർ യൂട്യൂബ് ഉടമയുടെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ മറ്റ് നേതാക്കളെ അപമാനിക്കാനും ആക്രമിക്കാനും ആഹ്വാനം ചെയ്യുകയും ചെയ്ത വാട്സാപ്പ് സന്ദേശങ്ങൾ പിന്നീട് പുറത്തായി. അങ്ങനെ മത്സരം ഒരു വഴിക്കിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇതുവരെ നിശബ്ദത പാലിച്ചിരുന്ന രമേശ് ചെന്നിത്തല ക്യാമ്പും നീക്കം ശക്തമാക്കിയത്. ചെന്നിത്തലയാണ് യഥാർത്ഥ നേതാവ്, ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ചെന്നിത്തല ഫാൻസ് എന്ന പേരിൽ അവർക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട്. ആ പേജിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നു. രമേശ് ചെന്നിത്തല കേരള യാത്ര നടത്തുന്നു എന്നായിരുന്നു ആ വീഡിയോ. ഞാനൊരു കേരള യാത്ര തുടങ്ങുകയാണ്. കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള യാത്രയാണ്. രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ലക്ഷ്യം കേരളത്തിന്റെ പുരോഗതിയാണ്, വളർച്ചയാണ്, ജനങ്ങളുടെ നന്മയാണ്. അതിലേക്ക് നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കാൻ മറക്കരുത്. ജയ് ഹിന്ദ്. സിദ്ദിഖ് CK അരീക്കോട് എന്ന കോൺഗ്രസ് പ്രവർത്തകൻ ഇങ്ങനെ എഴുതുന്നു: എന്തിനാണ് അനവസരത്തിലൊരു യാത്ര? കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ എത്തി മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ എന്ന പൂതി കൊണ്ടാണോ? തൻ്റെ ശക്തി തെളിയിച്ച് ഹൈക്കമാൻഡിനോട് വിലപേശാനാണോ? കസേര തന്നില്ലെങ്കിൽ കോൺഗ്രസിനെ താൻ പിളർത്തുമെന്ന് ബോധ്യപ്പെടുത്താനാണോ? ഇതിന് കേരള യാത്ര എന്നല്ല, ഭീഷണി യാത്ര എന്ന പേരാണ് ഉചിതം. പക്ഷേ ചെന്നിത്തല നേതാവിന് തെറ്റി. താങ്കളെ സ്വീകരിച്ചു പൂമാല അണിയിക്കാൻ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരെ കിട്ടില്ല. ഒറ്റയ്ക്കിങ്ങ് പോയാൽ മതിയാകും. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെയാകും. സ്വയം അപഹാസ്യനാകാതെ ഇനിയെങ്കിലും ചിന്തിക്കൂ. പിന്നെ ഈ യാത്ര താങ്കൾ മാറ്റിവെക്കരുത്. താങ്കളുടെ അധികാരമോഹത്തിന് കൂട്ടുനിൽക്കാൻ കോൺഗ്രസ് അണികളെ കിട്ടിയില്ലല്ലോ എന്ന് തിരിച്ചറിയൽ ഉണ്ടാകാൻ തീർച്ചയായും ഈ യാത്ര താങ്കൾക്ക് ഉപകാരപ്പെടും. പിന്നെ തുടർന്നും തിരുവനന്തപുരത്ത് യാത്ര അവസാനിപ്പിക്കരുത്. കാശി, രാമേശ്വരം, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും പുറപ്പെടണം. മനസ്സിലുള്ള കുശുമ്പും അസൂയയും ആക്രാന്തവും എല്ലാം ആ യാത്രയുടെ മാറിക്കിട്ടും. താങ്കൾക്ക് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ആരാണ് തരുന്നത്? അതോ ഒറ്റിക്കൊടുത്തതാണോ? ശരിക്കും മണ്ടനാണോ താങ്കൾ? ഉസ്മാൻ കളിച്ച് നാറിയതുപോലെ ഈ യാത്രയും നിങ്ങൾ നാറ്റിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. മംഗളം ഭവന്തു. ടാറ്റ, ബൈ ബൈ. ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വേറെയും വരുന്നുണ്ട്. തേജസ് ഭദ്രൻ എഴുതുന്നു: വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു,
വിധിയെല്ലാം പെട്ടിയിലായി. ഇനി ഫലം വരാൻ കാത്തിരിക്കുന്ന നേരത്താണ് രമേശ് ചെന്നിത്തലയുടെ വക ഒരു പുതിയ കേരള യാത്ര. ഇത് കാണുമ്പോൾ ചിരിക്കണോ അതോ പരിതപിക്കണോ എന്ന് കേരളത്തിലെ ഞങ്ങൾക്കറിയില്ല. സത്യത്തിൽ ആർക്കു വേണ്ടിയാണ് ഈ പ്രകടനം? ജനങ്ങളെ കാണാനും പാർട്ടിയെ ജയിപ്പിക്കാനുമൊക്കെ യാത്ര നടത്തേണ്ടത് ഇലക്ഷന് മുമ്പേ ആയിരുന്നു. അന്നില്ലാത്ത എന്താവേശമാണ് ഇപ്പോൾ വോട്ടെടുപ്പിന് മുൻപ് പുറത്തു വരുന്നത്? ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയല്ല, മറിച്ച് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പുകളിൽ മുറുക്കി മുഖ്യമന്ത്രി കസേരയ്ക്ക് ടിക്കറ്റ് ഉറപ്പിക്കാനുള്ള വെറും തത്രപ്പാടാണെന്ന് ആർക്കാണ് അറിയാത്തത്? സ്വന്തം മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ഞാനാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് വരുത്തി തീർക്കാൻ സ്വന്തം നിലയ്ക്ക് യാത്ര തുടങ്ങുന്നത് കേരളത്തിലെ ബോധ്യമുള്ള ജനങ്ങൾക്ക് മുമ്പിൽ സ്വയം അപഹാസ്യനാവുന്നതിന് തുല്യമാണ്. അധികാരത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ നിർത്തി ഇനിയെങ്കിലും മാന്യമായ രാഷ്ട്രീയം കളിക്കാൻ തയ്യാറാകണം. ജനങ്ങളെ ഇത്രയും വിഡ്ഢികളെ കാണരുതേ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇനി എന്തിനാണ് ഈ പ്രകടനം എന്ന് നാട്ടുകാരെ കൊണ്ട് ചോദിപ്പിക്കുന്നത് ഒട്ടും അന്തസ്സല്ല. ഇത്തരത്തിൽ പടരുകയാണ് ഈ കേരള യാത്രയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ. ഇത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാനും പകച്ചുപോയി. കേരളത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ സ്വസ്ഥമായിരിക്കുമ്പോൾ ഒരു നേതാവ് കേരള യാത്ര എന്ന് പറഞ്ഞിറങ്ങുന്നത് ആർക്കു വേണ്ടിയാണ്? ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തി മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാനോ? ഈ ചോദ്യം ഞാൻ നേരിട്ട് രമേശ് ചെന്നിത്തലയുടെ ടീമിനോട് ചോദിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടുന്നത്. ഇതിനെ പാളിപ്പോയൊരു PR സ്റ്റണ്ട് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ഇങ്ങനൊരു കേരള യാത്ര രമേശ് ചെന്നിത്തല നടത്തുന്നില്ല. കേരളത്തെക്കുറിച്ചുള്ള തൻ്റെ സങ്കല്പങ്ങൾ, തൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ ചെയ്തത്, ഇനി അതെങ്ങനെ പൂർത്തിയാക്കും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പോഡ്കാസ്റ്റ് പരമ്പരയുടെ ടീസറായിരുന്നു ആ കേരള യാത്ര വീഡിയോ. അതായത് ഒരു യാത്രയും നടത്തുന്നില്ല, യൂട്യൂബിലൂടെ കേരളത്തെക്കുറിച്ചുള്ള തൻ്റെ സങ്കല്പം പറയാനായിരുന്നു ലക്ഷ്യമിട്ടത്. അത് നാടകീയമായി അവതരിപ്പിച്ചപ്പോൾ കേരള യാത്ര നടത്താൻ പോകുന്നു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അതിനെയാണ് സകലരും ഏറ്റുപിടിച്ചത്. ആ തന്ത്രം പാളിയതുകൊണ്ട് തന്നെ ഈ പരമ്പര മുമ്പോട്ട് കൊണ്ടുപോകുമോ എന്ന് കണ്ടറിയണം. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് പരമ്പര ഇറക്കുന്നതും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയാണ് എന്ന ധാരണ ഉണ്ടാക്കാൻ ഇടയുണ്ട്. ഈ പരമ്പര വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് സംപ്രേഷണം ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഇത് ചെയ്തതിൻ്റെ ഉദ്ദേശം ജനങ്ങളെ സ്വാധീനിക്കുകയല്ല, നേരെ മറിച്ച് മുഖ്യമന്ത്രി കസേരയിലേക്ക് നോട്ടമിട്ടുകൊണ്ടുള്ള യുദ്ധത്തിൻ്റെ ഭാഗമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടും. രമേശ് ചെന്നിത്തല ഈ ചക്കളാത്തി പോരാട്ടത്തിൽ ഇങ്ങനെ പങ്കെടുക്കണോ എന്ന് ചിന്തിക്കണം. ജനങ്ങൾ ആദരിക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവായ ചെന്നിത്തല എന്തിനാണ് ഈ നാടകത്തിന് പോകുന്നത്? ഇത്തരം നാടകങ്ങൾ ചെന്നിത്തലയ്ക്ക് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ നാണക്കേടാവും എന്ന് മറക്കരുത്. ഈ പോരാട്ടം എത്ര ശക്തമാണ് എന്നറിയണമെങ്കിൽ നോയൽ മാത്യു എന്ന ഒരു സതീശൻ ഭക്തന്റെ പോസ്റ്റ് കാണണം. രമേശ് ചെന്നിത്തലയുടെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ചെന്നായിയോട് ഉപമിച്ചുകൊണ്ടാണ് നോയൽ മാത്യു കത്തിക്കയറുന്നത്. കഴുതപ്പുലികളെ നീചജീവികളെ കണക്കാക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇര തേടാനുള്ള എല്ലാ കഴിവുകളുമുണ്ട്, പക്ഷെ ചെയ്യില്ല. മറ്റു മൃഗങ്ങൾ തേടിക്കണ്ടെത്തിയ ഭക്ഷണം കൂട്ടമായി ചെന്ന് തട്ടിപ്പറിക്കും. അങ്ങനെ കിട്ടിയ ഇരയാണെന്നാലും കൊല്ലാൻ മെനക്കെടില്ല. ജീവനോടെ കയ്യോ കാലോ ഒക്കെ കടിച്ചു പറിച്ചു തിന്നും, പകുതിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും. കഴുതപ്പുലികൾ തിന്നതിൻ്റെ ബാക്കി മറ്റു മൃഗങ്ങൾ തിന്നില്ല. വിശക്കുമ്പോൾ ചിലപ്പോൾ ഇവറ്റകൾ തിരിച്ചു വന്ന് വീണ്ടും തിന്നും. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ ചീഞ്ഞ ശവം തിന്നും. ശരിക്കും ചെകുത്താൻ്റെ ശബ്ദമാണ് ആ സാധനത്തിന്. കൂട്ടം കൂടി ഇളിക്കുന്ന പോലെ തോന്നും കേട്ടാൽ. ആർത്തിയും കുടിലതയും സ്വാർത്ഥതയുമാണ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി. നയിച്ചു തിന്നാനുള്ള കഴിവുകൾ നിവൃത്തിയുണ്ടെങ്കിൽ ഉപയോഗിക്കില്ല. അന്യൻ്റെ അധ്വാന ഫലത്തിലാണ് കണ്ണ്. ഇനി ഗതികെട്ട് ഇര തേടാൻ തീരുമാനിച്ചാലും നേർക്കുനേർ ആക്രമിച്ചല്ല ഇരയെ കീഴ്പ്പെടുത്തുന്നത്, കുതികാലിൽ കടിച്ചാണ് ശീലം. പരമഭീരുക്കളാണെങ്കിലും എന്തിനേയും കൂട്ടമായി ആക്രമിക്കും. ഒന്നും സ്വന്തമായി ചെയ്യില്ല. മര്യാദയ്ക്ക് നടക്കുന്ന എന്തിനേയും മാനിപ്പുലേറ്റ് ചെയ്യും. നല്ല കാര്യം നടക്കുന്നിടത്തൊക്കെ ചെന്ന് അലമ്പാക്കും. എന്നിട്ട് അലമ്പുണ്ടാക്കാതിരിക്കാൻ കൂലി ചോദിക്കും. സർപ്ലസ് എവിടെ കണ്ടാലും ചാടി വീണ് അതിൻ്റെ പങ്ക് പറ്റും. കഴുതപ്പുലികളൊന്നും വിതയ്ക്കുന്നില്ല, പക്ഷെ എല്ലായിടത്തും വിളവെടുക്കും. അടി കിട്ടിയാൽ ഓടും, പിന്നെ കൂട്ടമായി ഓടിയിട്ട് തിരിച്ചെത്തും. അന്തസ് എന്നൊന്ന് അവയുടെ പരിണാമ ചരിത്രത്തിൽ എവിടെയുമില്ല. കേരളത്തിലെ കാടുകളിൽ കഴുതപ്പുലികൾ പൊതുവെ അപൂർവമാണ്. പ്രദേശത്തിൻ്റെ എക്കോസിസ്റ്റം അവയ്ക്കധികം യോജിക്കുന്നതല്ല. സഖ്യൻ്റെ നിബിഡ വനങ്ങൾ അവയുടെ സ്വാഭാവിക രീതികൾക്ക് ചേർന്നതല്ല. അവയ്ക്ക് തിന്നാൻ ശവം ബാക്കി വയ്ക്കുന്ന രീതി ഇവിടെ കുറവാണ്. കാട്ടിലെ ഹൈനകൾ കുറവുള്ളൂ, നാട്ടിലുണ്ട് ഇഷ്ടം പോലെ. ഇത്തരം ചക്കളാത്തി പോരാട്ടങ്ങൾ അതിശക്തമായി അതിരൂക്ഷമായി സോഷ്യൽ മീഡിയയിൽ പടരുമ്പോൾ UDFന് വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാർ പോലും മൂക്കൊത്ത് വിരൽ വയ്ക്കുകയാണ്. എങ്ങനെയെങ്കിലും പിണറായിയുടെ ദുഷിച്ച ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിച്ചു പോയ മനുഷ്യരൊക്കെ സ്വന്തം തീരുമാനത്തെ ഓർത്ത് ശപിക്കുകയാണ്. ഇനിയെങ്കിലും നന്നാവാൻ നോക്കൂ. മുഖ്യമന്ത്രി ആരായാലും കേരളം നന്നായാൽ മതി എന്ന മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എന്നെത്തും? ഇപ്പോഴേ നിങ്ങൾ എങ്ങനെയാണെങ്കിൽ ഭരണം കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയാവും എന്ന് ചോദിക്കുകയാണ് സകലരും.